ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ദോശയാണ് റെഡിയാക്കുന്നത്. കടല വെച്ചാണ് നമ്മൾ ഈ ദോശ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 1/2 കപ്പ് കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് തൈരും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടി മല്ലിയില അരിഞ്ഞതും 1 ടീസ്പൂൺ ജീരകവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ദോശമാവിന് വേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് മൂടി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാൻ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ദോശ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ലപോലെ കുക്കാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ ദോശ നല്ലപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 10-12 ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു, ഇത് മോൾക്ക് ഇഷ്ടപ്പെടുമോ ഈ ടേസ്റ്റ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ ഒപ്പമൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ദോശയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള കടല വെച്ചുള്ള ദോശ എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പയർവർഗ്ഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ ദോശയുടെ അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഈ കടല കൊണ്ടുള്ള ദോശയ്ക്കും. അപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ദോശ എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.